പുളിപ്പടം പൊളിപ്പടം നല്ല ഇഷ്ടപ്പെട്ടു. സീനി കൊള്ളായിരുന്നു. മമ്മൂട്ടി കൊള്ളായിരുന്നു. സൂപ്പർ നല്ല മൂവിയായിരുന്നു. കിണ്ണം കാഴ്ച ഫൈറ്റ് വെറുതെയാണ്, കാര്യമില്ല, കാണാൻ മാത്രമുള്ളതുണ്ട്. അടിപൊളി സിനിമ. അടിപൊളി കിടില. ആരും ഒന്നും പറയാനില്ല. കിടിലം പടം. പ്രായം അത് തോന്നിക്കില്ല, അത്രയ്ക്ക് അടിപൊളി. നല്ല പടം. അടിപൊളി പടം. ഒന്നും പറയാനില്ല. വിഷയം സെറ്റ്. നല്ല പടം, എല്ലാവരും കാണും. അടിപൊളി, സൂപ്പർ പടം, നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. കിണ്ണം കാച്ചിയ പടം. ഒരു 72-കാരൻ്റെ ആറാട്ടം എന്ന് പറയാം കേട്ടോ. അത് പർപ്പസ്ഫുള്ളി നടക്കുമായിരിക്കും, പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കൊരു രക്ഷയില്ല. സൂപ്പർ. മമ്മൂട്ടി മാസ്. പടം കൊള്ളാം. സൂപ്പർ. കുഴപ്പമില്ലായിരുന്നു. നല്ല പടമായിരുന്നു കേട്ടോ, നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. മമ്മൂക്ക കിടിലാണ്, പിന്നെ രാഷ്മി ഷെട്ടി അടിപൊളിയാണ്. അതറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. നല്ല പടം എന്തായാലും. കൊള്ളായിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു. കുഴപ്പമില്ല, സൂപ്പർ. നല്ല പടം കേട്ടോ. നല്ല പടം കേട്ടോ. പടം ഒരു രക്ഷയില്ല, അടിപൊളി. നമുക്ക് അടിപൊളി ഫൈറ്റ് അല്ല. അല്ല, സെക്കൻഡ് ഹാഫ് എത്തി കൂടെ നല്ലതായിട്ടൊന്നും സൂപ്പർ. നമുക്ക് അടിപൊളിയാണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് എല്ലാം പൊളിയാണ്. ഇല്ല, പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 10-30 മിനിറ്റ് ഭയങ്കര നല്ല രീതിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെയൊക്കെ ഒരു ആവറേജ്. നമുക്ക് കൊള്ളാം, ഈ പ്രായത്തിൽ ചെയ്യണമൊക്കെ സമ്മതിച്ചെടുത്തേ പറ്റത്തുള്ളൂ. നല്ല പടം തന്നെയാണ്. സൂപ്പറുണ്ട്, അടിപൊളിയാണ്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ ഇത് കണക്കിരിക്കണം, വൈബ് പടാൻ. മമ്മൂട്ടിയുടെ ലാസ്റ്റത്തെ ഒരു ഇത് അടി, ഒരു വൈബ് വിചാരിച്ച ഹൈപ്പിനുണ്ട്. കൊള്ളാം. നമുക്കറിയാം, ഇടിച്ചു പൊളി പടം, ഇടിവെട്ട് പടം. സൂപ്പർ, അടിപൊളിയായിരുന്നു. അമ്മച്ചി കിടില്ല. പിന്നെ അമ്മച്ചി വേറെ സെറ്റ് കോമഡിയൊക്കെ പറഞ്ഞ്. മമ്മൂട്ടി കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് പൊളി, അടിപൊളി. കൊള്ളാം, സൂപ്പർ. കൊള്ളാം. ടെർബോ ഇല്ല, ടെർബോ മമ്മൂട്ടിയുടെ ഒരു 1 മാൻ ഷോ ആയിരുന്നു. എന്താണ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നുമില്ല, കിടിലം പടമായിരുന്നു. മമ്മൂട്ടി അടിച്ച് കലക്കിയിട്ടുണ്ട്. പടം മാസമായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മമ്മൂട്ടി അടിച്ച് കലക്കി. നന്നായിരിക്കുന്നുണ്ട്. അല്ല, കളിയാക്കല്ല, നല്ലൊരു ആക്ടിങ്ങും നല്ലൊരു ഇതുമായിരുന്നു. വളരെ വലിയവർക്കും കാണണമാതിരി ഉണ്ടായിരുന്നു. മമ്മൂട്ടി സൂപ്പർ. അടിയൊക്കെ ഭയങ്കര നല്ല അടിപൊളി പടം. ലൈക്ക് നമ്മൾ ഇത്ര നല്ലൊരു പടം ഇതുവരെ കണ്ടിട്ടില്ല. ലൈക്ക് എന്താ പറയുക, മാസ് വിത്ത് കോമഡി എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി ആ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ സീൻസ് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം മമ്മൂട്ടിയുടെ കോമഡി ആണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു പണിക്കറിൻ്റെ കോമഡിയാണ്. നമ്മൾ ഇതുവരെ ബിന്ദു പണിക്കറിൻ്റെ ഇങ്ങനൊരു എന്താ പറയുക, ഒരു ക്യാരക്ടർ നമ്മളിതുവരെ കണ്ടിട്ടില്ല. മാസ് വിത്ത് കോമഡി എത്ര കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കണം, സൂപ്പർ. ഞാൻ ഇതുവരെ അയാളുടെ ക്യാരക്ടർ ഇതുവരെ ഞാൻ വേറൊരു പടത്തിലും കണ്ടിട്ടില്ല. പക്ഷേ അയാളെ നമ്മളിപ്പം മമ്മൂട്ടിക്ക് ഒത്തു നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മമ്മൂട്ടി അവനെ സൂപ്പറാണ്. പക്ഷെ മാസിന് മാസുണ്ട്, എല്ലാം ഉണ്ട്. കോമഡിക്ക് കോമഡി, അതിനകത്ത് അഭിനയം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, തിയേറ്റർ എക്സ്പീരിയൻസ് ബെസ്റ്റാണ്. സൂപ്പർ.